പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി നമ്മൾ +1 അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയകളെല്ലാം ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ആ യൂണിറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനിൽ 2020 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് വന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: choose an internal users from the given users of accounting information. തന്നിട്ടുള്ള യൂസേഴ്സിൽ നിന്നും ഇന്റേണൽ യൂസറെ ആഭ്യന്തര ഉപഭോക്താക്കൾ ആരാണെന്ന് കണ്ടെത്തുക. ക്രെഡിറ്റേഴ്സ്, ബാങ്ക്, മാനേജർ, ഗവൺമെന്റ്. ഇതിൽ ഇന്റേണൽ യൂസർ ആരാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. നമുക്കറിയാം, ക്രെഡിറ്റേഴ്സ്, ബാങ്ക്, ഗവൺമെന്റ് ഇതെല്ലാം തന്നെ എക്സ്റ്റേണൽ യൂസർ ആണ്. അതിന്റെ ആൻസർ ആരാണ്? Then manager. Then next question: explain briefly about any 3 branches of accounting. അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചസിലെ 3 ബ്രാഞ്ചുകളെ വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ: ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, then cost accounting and management accounting. Financial accounting is to ascertain financial result from trading profit and loss account and balance sheet. Financial accounting എന്താണ്? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കി ബിസിനസ് സ്ഥാപനത്തിന് ഫിനാൻഷ്യൽ റിസൾട്ട് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു അസർട്ടൈൻ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് യൂസ്ഡ് ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മാത്രം പോരാ. അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1.5 മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എന്ന് നിങ്ങൾ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൂടി അതിന് നൽകേണ്ടതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 2020 മാർച്ച് മാസത്തിൽ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂണിറ്റ് 1 വന്നിട്ടുള്ള 1മായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദി പേഴ്സൺ ഹൂ ഓസ് മണി ടു ദി ബിസിനസ് ഈസ് നോൺ ആസ് ഡാഷ്. ഒരു ബിസിനസ് സ്ഥാപനത്തോട് പണം നൽകാൻ കടപ്പെട്ടിട്ടുള്ള വ്യക്തിയെ, ഒരു ബിസിനസ് സ്ഥാപനത്തിന് പണം നൽകാനുള്ള ആളെ ഇസ് നോൺ ആസ് എന്താണ് അറിയപ്പെടുന്നത്? ഡെപ്റ്റർ ആണോ, ക്രെഡിറ്റർ ആണോ, പാർട്ട്ണർ ആണോ, നൺ ഓഫ് ദീസ് ആണ്. ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിൽ വളരെ പ്രധാനപ്പെട്ട 2 ടേമുകളാണ് ഡെപ്റ്ററും ക്രെഡിറ്ററും. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? ഡെപ്റ്റർ. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് പണം നൽകാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനം ആർക്കാണോ പണം നൽകാനുള്ളത് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? എനി 3. നമ്മൾ ബ്രാക്കറ്റിൽ 3 ഒബ്ജക്റ്റീവ്സ് ഏതാണെന്ന് എഴുതാനാണ് ആ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവിടെ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഏതെല്ലാമാണ് എനി 3 ഏതെങ്കിലും 3 അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ നോക്കാം. ഫസ്റ്റ്, മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, depiction of financial position. Last one, providing accounting information to its
യൂസേഴ്സ്. അപ്പോൾ ഇവിടെ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അവിടെ 3 മാർക്കാണ്. അപ്പോൾ ഏതെങ്കിലും 3 ഒബ്ജക്റ്റീവ്സ് മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. അവിടെ എക്സ്പ്ലെയിൻ എന്ന് പറയുന്നില്ല. എന്നാൽ എക്സ്പ്ലെയിൻ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ് ക്വസ്റ്റ്യനിൽ ഉള്ളതെങ്കിലോ അവിടെ നമ്മൾ ഓരോ പോയിന്റിനോട് കൂടെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൂടി നൽകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ 1.5 മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. നെക്സ്റ്റ് അടുത്ത ഇയറിലെ ക്വസ്റ്റ്യൻ 2020 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് അക്കൗണ്ടൻസി വിത്ത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അക്കൗണ്ടൻസിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അക്കൗണ്ടൻസി വിത്ത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. 2 തിരഞ്ഞെടുക്കുകയാണെങ്കിലും +1 അക്കൗണ്ടൻസിക്ക് നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഒരേ ടെക്സ്റ്റ് ബുക്കാണ്, ഒരേ പാഠഭാഗങ്ങൾ തന്നെയാണ്. അതിൻ്റെ മാർക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് ഒരു വിദ്യാർത്ഥി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവിടെ മാക്സിമം മാർക്ക് 60 മാർക്കിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എന്നാൽ AFS പ്രത്യേകിച്ചും സ്കോൾ കേരള ഓപ്പൺ സ്കൂളിലെ സ്റ്റുഡൻസ് ഒക്കെ പലപ്പോഴും അക്കൗണ്ടൻസി വിത്ത് AFS ആണ് അവർക്ക് പഠിക്കാനുണ്ടാവുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അക്കൗണ്ടൻസിയിൽ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. 80 മാർക്കാണ് മാക്സിമം മാർക്ക്. അപ്പോൾ 2020 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനിൽ അക്കൗണ്ടൻസി വിത്ത് AFSൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ് സീക്വൻസ്. ഇതിൽ നിന്നും ഏതാണ് ശരിയായിട്ടുള്ള ക്രമത്തിൽ നൽകിയത് ഏതാണ് എന്ന് കണ്ടെത്തുക. നിലവിൽ ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിലും നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങോട് അനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന റെലവന്റ് ആസ്പെക്ട് റിലേറ്റഡ് വിത്ത് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട റെലവന്റ് ആസ്പെക്റ്റിൽ ഉൾപ്പെടുന്നതാണ് ഈ ചോദ്യം. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? ദെൻ ഒരു അക്കൗണ്ടിങ്ങിന്റെ കൃത്യമായ സീക്വൻസ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രമേശ് സോൾഡ് ഗുഡ്സ് ടു ബാബു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻ പല വർഷങ്ങളിലും ആവർത്തിക്കാറുണ്ട്. രമേശ് സോൾഡ് ഗുഡ്സ് ടു ബാബു. രമേശ് ബാബുവിന് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി. ദെൻ ഐഡന്റിഫൈ ദി ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ റെഫേർഡ് ടു അബവ്. ഈ മുകളിൽ തന്നിട്ടുള്ള ട്രാൻസാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ ഹൂ ഹിസ് ദ ഡെപ്റ്റർ ആൻഡ് ദ ക്രെഡിറ്റർ ഓഫ് ദിസ് ട്രാൻസാക്ഷൻ. ഇതിൽ ആരാണ് ഡെപ്റ്റർ, ആരാണ് ക്രെഡിറ്റർ? അല്ലെ, രമേശ് ഉൽപ്പന്നം ബാബുവിന് വിൽറ്റു എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു എന്ത് ട്രാൻസാക്ഷൻ ആണ്? സെയിൽസ്. ഇവിടെ ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്, അല്ലെങ്കിൽ എന്ത് പറയാം, ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ്. ഒരു ഉൽപ്പന്നം കടമായി വിൽക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ഇനി ഇതിൽ ആരാണ് ഡെപ്റ്റർ? രമേശ് ഉൽപ്പന്നം ബാബുവിന് വിൽക്കുമ്പോൾ ആരാണ് പണം നൽകാനുള്ളത്? ബാബുവാണ്. ആരാണോ ബിസിനസ് സ്ഥാപനത്തിന് പണം നൽകാനുള്ളത് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബാബു ഡെപ്റ്റർ ആണ്, അപ്പൊ രമേശോ ക്രെഡിറ്റർ ആണ്. ബാബു ഇവിടെ ഡെപ്റ്ററും അതേസമയം ബാബുവിനെ സംബന്ധിച്ചിടത്തോളം രമേശ് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്ററുമാണ്. അല്ലെ, അപ്പൊ ബാബു ഡെപ്റ്റർ, രമേശ് ക്രെഡിറ്റർ. ദെൻ നെക്സ്റ്റ് ഇയറിൽ നോക്കാം. അതേ വർഷം തന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. മാച്ച് ദി കോളം എ വിത്ത് കോളം ബി. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഗുഡ്വിൽ, ക്രെഡിറ്റേഴ്സ്, സാലറി. ബി കോളത്തിൽ കറന്റ് അസറ്റ്, ഫിക്സഡ് അസറ്റ്, കറന്റ് ലാബിലിറ്റി, ഇൻടാഞ്ചിബിൾ അസറ്റ്, എക്സ്പെൻസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ വിശദീകരിച്ചിരുന്നു. അസറ്റ് ലാബിലിറ്റിയുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷനൊക്കെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിളൊക്കെ നൽകിയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാനും മറ്റുമൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇതിൽ എന്താണ്? കറന്റ് അസറ്റ് ആണോ ഫിക്സഡ് അസറ്റ് ആണോ? നമുക്കറിയാം ഫിക്സഡ് അസറ്റ് ആണ്. അല്ലെ, ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗുഡ്വിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണം കൊടുക്കാനുള്ള ആൾ, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് കറന്റ് ലാബിലിറ്റി ആണ്. സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു എക്സ്പെൻസ് ആണ്. അല്ലെ, ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലവാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ്: ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫിക്സഡ് അസറ്റ്; ഗുഡ്വിൽ, ഇൻടാഞ്ചിബിൾ അസറ്റ്; ക്രെഡിറ്റേഴ്സ്, കറന്റ് ലാബിലിറ്റി; സാലറി, എക്സ്പെൻസ്. അല്ലെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈ പോയിന്റുകൾ മനസ്സിലാക്കുക. നെക്സ്റ്റ്
2020 മാർച്ച് മാസത്തിൽ അക്കൗണ്ടൻസി വിത്ത് AFS ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദി ബെനിഫിറ്റ് ഓഫ് ആൻ എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് ഫോർ മോർ ദാൻ 1 year ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഡാഷ്. ഒരു ചെലവിന്റെ ആ ചെലവ് മൂലമുണ്ടാവുന്ന ബെനിഫിറ്റ് 1 വർഷത്തിൽ കൂടുതൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അത്തരം എക്സ്പെൻഡിച്ചറെ അതിനെ നമ്മൾ വിളിക്കുന്ന എന്താണ്? അത്തരം എക്സ്പെൻഡിച്ചറിന് നമ്മൾ പറയാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദി ബെനിഫിറ്റ് ഓഫ് ആൻ എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് മോർ ദാൻ 1 year, ഒരു ചിലവ് മൂലമുണ്ടാകുന്ന ബെനിഫിറ്റ് 1ൽ കൂടുതൽ വർഷം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്? അസറ്റ്. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് അസറ്റ് ആണ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി ബേസിക് അക്കൗണ്ടിംഗ് ടേം റിലേറ്റഡ് വിത്ത് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്നും അത് ഏത് അക്കൗണ്ടിംഗ് ടേം ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഐഡന്റിഫൈ ചെയ്യാം. Person who owe an amount to the business for receiving some service from the business. ബിസിനസ്സിൽ നിന്ന് ചില സർവീസ് ലഭിച്ചതിന് പകരമായി ഒരു ബിസിനസ് സ്ഥാപനത്തിന് പണം നൽകാൻ കടപ്പെട്ടിട്ടുള്ള വ്യക്തിയെ നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ ഒന്ന് രണ്ട് തവണ ആവർത്തിച്ചു, ഹിസ് ഡെപ്റ്റർ. അല്ലെ, ബിസിനസ് സ്ഥാപനം പണം നൽകാനുള്ള ആളെയാണ് ഡെപ്റ്റർ എന്ന് പറയുന്നത്. അല്ലെ, എന്നാൽ ഒരു ബിസിനസ് സ്ഥാപനം ആർക്കാണോ പണം നൽകാനുള്ള, ഒരു ബിസിനസ് സ്ഥാപനം ഒരാൾക്ക് പണം നൽകാനുണ്ടെങ്കിൽ, അങ്ങോട്ട് നൽകാനുണ്ടെങ്കിൽ, അതെപ്പോഴാണ്? ഉൽപ്പന്നം കടമായി വാങ്ങുമ്പോൾ, അല്ലെ, ക്രെഡിറ്റ് പർച്ചേസിന്റെ കേസിലൊക്കെയാണ് അപ്പോൾ സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ ആർക്കാണോ പണം നൽകാനുള്ളത് അവരെ നമ്മൾ എന്താ പറയാ? ക്രെഡിറ്റർ എന്നാണ് പറയാ. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ്. ഞാൻ മുമ്പ് വിശദീകരിച്ചതാണ്, ഇവിടെ എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത്. അല്ലെ, വെറും ലിസ്റ്റ് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് എന്നല്ല, 4 മാർക്കിനുണ്ട്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പോയിന്റുകളും ആ പോയിന്റിനോട് കൂടി എക്സ്പ്ലനേഷൻ നൽകണം. ഞാൻ എക്സ്പ്ലനേഷൻ ഇവിടെ സ്ലൈഡിൽ കാണിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഓരോ പോയിന്റിനോട് കൂടെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൂടി നൽകണം. ഇനി നിങ്ങൾ ഈ പോയിന്റ് മാത്രമേ കോട്ട് ചെയ്തിട്ടുള്ളൂ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിലെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അടുത്ത ഇയറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ, creative traders provide accounting information to its users whenever it is required. Specify the qualitative characteristics of accounting. ഒരു ക്രിയേറ്റീവ് ട്രേഡേഴ്സ് അതിൻ്റെ യൂസേഴ്സിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ള സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. നിങ്ങൾ ഒരു അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, ഗുണപരമായ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് സ്പെസിഫൈ ചെയ്യുക. അപ്പൊ എന്തെല്ലാമാണ് നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡബിലിറ്റി, റെലവൻസ്, കമ്പയറബിലിറ്റി, ദെൻ റിലയബിലിറ്റി. ദീസ് ആർ ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. Creative traders provide accounting information to its users whenever it is required. എപ്പോഴാണോ ആവശ്യമുള്ളത്, ആവശ്യമുള്ള സമയത്ത് ക്രിയേറ്റീവ് ട്രേഡേഴ്സ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ആവശ്യമുള്ള സമയത്ത് തന്നെ, കൃത്യസമയത്ത് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു ക്രിയേറ്റീവ് ട്രേഡേഴ്സ്. സ്പെസിഫൈ ദി ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ഇതിൽ താഴെ തന്നിട്ടുള്ളതിൽ ഇത് ഏത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? അപ്പോൾ റെലവൻസ്, കമ്പയറബിലിറ്റി, റിലയബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്നീ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യസമയത്ത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ക്വാളിറ്റിയാണ്? നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് റെലവൻസ്. അതിന്റെ ആൻസർ എന്താണ്? റെലവൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് എക്സാമ്പിൾ ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ടേംസ്. താഴെ പറയുന്ന ഓരോ ടേംസിന്റെയും ഓരോ എക്സാമ്പിൾ നൽകാനാണ്. റവന്യൂ, ഗെയിൻ, ഷോർട്ട് ടേം ലയബിലിറ്റി, ഫിക്സഡ് അസറ്റ്. റവന്യൂ പ്രധാനപ്പെട്ട റവന്യൂ ഏതാണ്? നമുക്കറിയാം, സെയിൽസ് ആണ്, അല്ലേ? ദെൻ ബി,
ഷോർട്ട് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ കറന്റ് ലയബിലിറ്റി ഉദാഹരണമാണ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ അല്ലേ. ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിൾ ഒക്കെ എന്താണ്, ഷോർട്ട് ടേം ലയബിലിറ്റിക്ക് ഉദാഹരണങ്ങളാണ് അല്ലേ. നെക്സ്റ്റ് ഗെയിൻ, നേട്ടം എന്താണ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ്, അല്ലെങ്കിൽ വിന്നിങ് എ കേസ്, അപ്രീസിയേഷൻ ഇൻ ഫിക്സഡ് അസറ്റ്, ഇതെല്ലാം എന്താണ്, ഗെയിനിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ. ഫിക്സഡ് അസറ്റിന് എക്സാമ്പിൾ എന്താണ്, ബിൽഡിംഗ്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ആ പാഠഭാഗം നിന്ന് ക്വസ്റ്റ്യൻസ് വരിക എന്ന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനദർ ക്വസ്റ്റ്യൻ, മാർച്ച് 2019 അക്കൗണ്ടൻസി വിത്ത് CA ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ, പിക്ക് ഔട്ട് ദി റോങ് പെയർ. ഇതിൽ തെറ്റായ ജോഡിയെ കണ്ടെത്തുക. അപ്പോൾ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്നൊക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അതിൽ ഒരു ജോഡി തെറ്റായിട്ടുള്ളതാണ്, അത് കണ്ടെത്തുക. ലാൻഡ്, ബിൽഡിംഗ് രണ്ടും ഫിക്സഡ് അസറ്റ് ആണ്. ക്യാഷ്, സ്റ്റോക്ക് രണ്ടും കറന്റ് അസറ്റ് ആണ്. ഡെപ്റ്റേഴ്സ്, മെഷീനറി, ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കറന്റ് അസറ്റ് ആണ്, മെഷീനറി എന്താണ്, ഫിക്സഡ് അസറ്റ് ആണ്. ഒരേ ജോഡിയാണോ? അല്ല. കോപ്പിറൈറ്റും പേറ്റന്റും ഒരേ പെയറാണ്. കാരണം കോപ്പിറൈറ്റും പേറ്റന്റും എന്താണ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, കാണാനോ തൊടാനോ കഴിയാത്ത അസറ്റുകളാണ്. അപ്പൊ ഇതിൽ റോങ് ആയിട്ടുള്ള, തെറ്റായിട്ടുള്ള ജോഡി ഏതാണ്, ഡെപ്റ്റേഴ്സ് ആൻഡ് മെഷീനറി. ഇനി അനദർ ക്വസ്റ്റ്യൻ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അക്കൗണ്ടിങ് ഈസ് എ പോസ്റ്റ്മോർട്ടം സർവേ, ഡു യു എഗ്രി, ജസ്റ്റിഫൈ യുവർ ആൻസർ. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ്മോർട്ടം സർവേ ആണ്. പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നപ്പോഴാണ് മരണം സംഭവിച്ചതിന് ശേഷം, ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം അത് പരിശോധിക്കുകയാണല്ലേ, എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് പരിശോധിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിലൂടെ. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ്മോർട്ടം സർവേ ആണ്. ഡു യു എഗ്രി, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഒരു അക്കൗണ്ടിങ് എന്ന് പറയും, നമുക്കറിയാം നടന്ന ഒരു സംഭവം അല്ലെ, ഒരു ബിസിനസ്സിൽ നടന്ന ഒരു ഇടപാടാണ് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നത്. ആയതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ്മോർട്ടം സർവേ തന്നെയാണ്. നടന്ന ഒരു സംഭവമാണ് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നത്. നടക്കാൻ പോകുന്ന സംഭവം നമ്മൾ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ആൻസർ യെസ്, അക്കൗണ്ടിങ് ഈസ് ബേസിക്കലി ഫിനാൻഷ്യൽ പോസ്റ്റ്മോർട്ടം അനാലിസിസ് ഓഫ് പാസ്റ്റ് ഈവന്റ്. മുമ്പ് സംഭവിച്ച ഇടപാടുകളുടെ പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആണ്, സാമ്പത്തികമായ അനാലിസിസ് ആണ് എന്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് റെക്കോർഡ് ഈവൻസ് ആസ് ദേ ഹാവ് ടേക്കൻ പ്ലേസ്. സംഭവിച്ചു കഴിഞ്ഞ ഇടപാടുകളാണ് എവിടെ രേഖപ്പെടുത്തുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നത്. ആയതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിന് എന്ത് പറയാം? ഒരു പോസ്റ്റ്മോർട്ടം സർവേ എന്ന് പറയാവുന്നതാണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, അതിൽ ഫസ്റ്റ് വൺ, the features of accounting that states that accounting information must be free from bias and error. Accounting information തെറ്റിൽ നിന്നും, എറേഴ്സിൽ നിന്നും, ബയാസിൽ നിന്നും വിമുക്തമാണ് എന്ന് പ്രസ്താവിക്കുന്ന അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചർ ഏതാണ്, അല്ലെങ്കിൽ ക്വാളിറ്റി, ക്യാരക്ടർ, അതിന്റെ പ്രത്യേകത ഏതാണ്? അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ്? നാലെണ്ണം: റിലയബിലിറ്റി, റെലവൻസി, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി. ഇതിൽ ഏത് ക്വാളിറ്റീസിലാണ് പിന്നെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ മസ്റ്റ് ബി ഫ്രീ ഫ്രം ബയാസ് ആൻഡ് എറർ എന്ന് പറയുന്നത്? നമുക്കറിയാം, റിലയബിലിറ്റിയുടെ ഒരു എക്സ്പ്ലനേഷൻ ആണത്. Then another one question, write two examples of revenue and capital expenditure. Revenue expenditure-ന്റെയും capital expenditure-ന്റെയും രണ്ട് എക്സാമ്പിൾ വീതം എഴുതുക. നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും തരംതിരിക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചർക്ക് ഉദാഹരണമാണ് പെയ്ഡ് സാലറി, പെയ്ഡ് റെന്റ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് purchase of fixed assets such as purchase of land, purchase of furniture, purchase of building, purchase of motor car. ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ എക്സാമ്പിൾ ആണ്. അതായത് ഒരു എക്സ്പെൻഡിച്ചർ കൊണ്ടുള്ള ബെനിഫിറ്റ്
ദീർഘകാലം ലഭിക്കുമെങ്കിൽ നമുക്കറിയാം, ഒരു ഭൂമി വാങ്ങുന്നു, ഫർണിച്ചർ വാങ്ങുന്നു, ബിൽഡിംഗ് വാങ്ങുന്നു, അതിൽ നിന്നുണ്ടാകുന്ന ബെനിഫിറ്റ് ദീർഘകാലം ലഭിക്കും അല്ലേ. അപ്പൊ അത്തരം ചിലവുകളെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാലോ ആ ചിലവ് കൊണ്ടുള്ള ബെനിഫിറ്റ് ഒരു വർഷം, മാക്സിമം ഒരു വർഷമേ ലഭിക്കുള്ളൂ. ഇപ്പൊ ഉദാഹരണം, ഒരാൾക്ക് ശമ്പളം കൊടുക്കുകയാണ്, ഒരു മാസത്തെ ശമ്പളം കൊടുക്കുന്നതിന് അയാളുടെ ഒരു മാസത്തെ സേവനമാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. ഒരു മാസത്തെ റെന്റ് കൊടുക്കുമ്പോൾ ആ ഒരു മാസം നമുക്ക് ആ കെട്ടിടം വാടകയ്ക്ക് ഉപയോഗിക്കാനുള്ള ഒരു ബെനിഫിറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ്. എ കോളം എയും ബിയും മാച്ച് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. ഓണേഴ്സ്, ലെൻഡേഴ്സ്, ടാക്സ് അതോറിറ്റി, എംപ്ലോയി. ഇവയുമായി ബന്ധപ്പെട്ട് ബി കോളത്തിൽ ട്രൂ ആൻഡ് ഫെയർ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ, അക്കൗണ്ടിങ്ങിന്റെ വിവരങ്ങൾ കൃത്യമായും സത്യസന്ധമായും വെളിപ്പെടുത്തുക. ദെൻ ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കടം നൽകിയ ആളുകളെയാണ് അല്ലെ. ക്ലെയിം ഹയർ വേജസ് ആൻഡ് ബോണസ്, കൂടുതൽ ഉയർന്ന കൂലിയും ബോണസും ആണ് അവകാശപ്പെടുന്നത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിനുള്ള വരുമാനം, റീപേയിങ് കപ്പാസിറ്റി, പണം തിരിച്ചെടുക്കാനുള്ള കഴിവ്. അപ്പൊ ഇതുമായി ഈ കോളം എയിലെ ഏതെല്ലാം ഐറ്റങ്ങളാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓണേഴ്സിന് എന്താണ് ആവശ്യം? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺ ലഭിക്കണം. ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കടം നൽകിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് റീപേയിങ് കപ്പാസിറ്റി, തിരിച്ചടക്കാനുള്ള കഴിവാണ് അവർ നോക്കുന്നത് അല്ലേ. ഇനി എന്തിനു വേണ്ടിയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവർ പരിശോധിക്കുന്നത്? ആ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ടാക്സ് അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ ആവശ്യം? കൃത്യമായി അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സത്യസന്ധമായി പറയുക അല്ലെ. എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ശമ്പളവും ബോണസ്. അപ്പോൾ ഏതെല്ലാം കോളം ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ദെൻ 2019 മാർച്ച് മാസത്തിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നോക്കാം. Find the odd one among the given users of accounting information. താഴെ തന്നിട്ടുള്ളത് അക്കൗണ്ടിങ് ഇൻഫോർമേഷന്റെ ഉപയോക്താക്കൾ ആരൊക്കെയാണ്? അതിന്റെ യൂസേഴ്സ് ആണ്. മാനേജേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ടാക്സ് അതോറിറ്റി, ലേബർ യൂണിയൻ. അതിൽ ഒന്ന് ഒറ്റയാണ് അല്ലെ. ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ, ഒന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട്. ഏതാണത്? ദെൻ നമുക്കറിയാം ക്രെഡിറ്റേഴ്സും ടാക്സ് അതോറിറ്റി, ലേബർ യൂണിയൻ ഒക്കെ ഈ എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. അതിൽ ഇന്റേണൽ യൂസർ ആരാണ്? മാനേജർ. ഓക്കെ. Then another question. List out any four qualitative characteristics possessed by accounting information to be useful for decision making. തീരുമാനമെടുക്കാൻ സഹായകമായിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷന്റെ ഏതെങ്കിലും 4 ഗുണപരമായ സവിശേഷതകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. അപ്പൊ ഏതൊക്കെയാണത്? അണ്ടർസ്റ്റാൻഡബിലിറ്റി, റെലവൻസ്, കമ്പാരബിലിറ്റി, റിലയബിലിറ്റി. ശ്രദ്ധിക്കുക, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഈ 4 എണ്ണമാണ്. എന്നാൽ അത് എക്സ്പ്ലെയിൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടി നൽകിയേക്കണം. തന്നെയാണ് ഇതൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ദി ഫോളോയിങ് അസറ്റ് ആസ് കറന്റ് അസറ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ്. താഴെ തന്നിട്ടുള്ള അസറ്റുകളെ കറന്റ് അസറ്റ് എന്നും ഫിക്സഡ് അസറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ വേർതിരിച്ചെഴുതുക. ഇതിൽ നിന്ന് കറന്റ് അസറ്റ് ഇന്നതെല്ലാമാണ്, ഫിക്സഡ് അസറ്റ് ഇന്നതെല്ലാമാണ്. മെഷീനറി, ക്യാഷ് ഇൻ ഹാൻഡ്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഫർണിച്ചർ, മോട്ടോർ വെഹിക്കിൾ. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. ഏതെല്ലാമാണ് കറന്റ് അസറ്റ്? കറന്റ് അസറ്റ് ക്യാഷ് ഇൻ ഹാൻഡും ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും കറന്റ് അസറ്റിന് ഉദാഹരണമാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ എല്ലാം കറന്റ് അസറ്റ് ഉൾക്കൊള്ളുന്നതാണ്. സ്റ്റോക്കും കറന്റ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് എന്താണ്? ഇതിൽ മെഷീനറി, ഫർണിച്ചർ, മോട്ടോർ വെഹിക്കിൾ ഇതെല്ലാമാണ് ഫിക്സഡ് അസറ്റ്. ഇനി മറ്റു കുറെ എക്സാമ്പിൾ പറയാം. എന്താണ്? ബിൽഡിംഗ്, ലാൻഡ്, പ്രിമൈസസ് അല്ലെ, പ്ലാന്റ് ആൻഡ് മെഷീനറി, മോട്ടോർ കാർ, മോട്ടോർ ലോറി, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് പറയാം? ഫിക്സഡ് അസറ്റിന്റെ എക്സാമ്പിൾ കോട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തന്നിട്ടുള്ളവയിലെ ഈ ഫിക്സഡ് അസറ്റും കറന്റ് അസറ്റും വേർതിരിച്ചെഴുതാനാണ്. ഓക്കെ. ദെൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. Then another question നോക്കാം. 2018 അക്കൗണ്ടൻസി വിത്ത് CA ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. നോട്ട്ബുക്ക് പർച്ചേസ്ഡ് ബൈ എ സ്റ്റേഷനറി ഷോപ്പ് കം അണ്ടർ ഡാഷ്. ഒരു സ്റ്റേഷനറി ഷോപ്പ് ഉടമ
സ്റ്റേഷനറി കടക്കാരൻ എന്താണ് വിൽപ്പന നടത്തുക? ബുക്സും പേനയും പെൻസിലും ഒക്കെ വിൽപ്പന നടത്തുന്ന ആളാണ്. അയാൾ നോട്ട്ബുക്ക് പർച്ചേസ് ചെയ്താൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം അസറ്റാണോ, ഇൻകമാണോ, പർച്ചേസ് ആണോ, ലയബിലിറ്റി ആണോ? ഒരു അസറ്റ്, ഒരു സ്റ്റേഷനറി കടക്കാരൻ നോട്ട്ബുക്ക് വാങ്ങുന്നത് അയാൾക്ക് ഉപയോഗിക്കാനാണോ? അല്ല, വീണ്ടും വിൽക്കാനാണ്, അല്ലേ? അപ്പൊ വീണ്ടും വിൽപ്പന നടത്താൻ വേണ്ടി ഒരു ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനെ നമ്മൾ എന്ത് പറയും? പർച്ചേസ് എന്ന് പറയും. എന്നാൽ ഒരു സ്റ്റേഷനറി കടക്കാരൻ ഒരു ഫർണിച്ചർ വാങ്ങിയാൽ അതെന്താണ്? പർച്ചേസിൽ ഉൾപ്പെടുവോ? അല്ല, അത് അസറ്റാണ്. അപ്പൊ ഇവിടെ ഒരു സ്റ്റേഷനറി കടക്കാരൻ നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ അത് പർച്ചേസ് ആണ്. ഇതേപോലെ തന്നെയാണ് ഒരു ഫർണിച്ചർ കടക്കാരൻ ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ അതെന്താണ്? പർച്ചേസ് ആണ്. എന്നാൽ ഒരു ഫാൻസി ഷോപ്പ് ഉടമ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി കടക്കാരൻ ഫർണിച്ചർ വാങ്ങുമ്പോൾ അത് പർച്ചേസ് ആവുമോ? ഇല്ല, അയാൾ അത് വാങ്ങുന്നത് വീണ്ടും വിൽക്കാനല്ല, അയാൾക്ക് ഉപയോഗിക്കാനാണ്. അങ്ങനെയെങ്കിൽ അത് അസറ്റാണ് ഉൾക്കൊള്ളുക. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ ഗുഡ്സ് ആർ നോൺ ഡിഫറെന്റ് നെയിംസ്. റൈറ്റ് ദി നെയിം യൂസ്ഡ് ഫോർ ദി ഗുഡ്സ് ഇൻ ദി ഫോളോയിങ് കേസ്. ബിസിനസ് സ്ഥാപനത്തിൽ ഗുഡ്സിനെ പല പേരിൽ അറിയപ്പെടാറുണ്ട്. താഴെ തന്ന ഓരോ ഇനങ്ങളും ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് പറയുക. ഗുഡ്സ് റിമെയിൻ അൺയൂസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ബിസിനസ് സ്ഥാപനത്തിന്റെ വർഷാവസാനം വിൽപ്പന നടത്താത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഗുഡ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഗുഡ്സ് റിട്ടേൺ ബൈ ദി ബയർ ഡ്യൂ ടു ബ്രേക്കേജ് ഇൻ ട്രാൻസിറ്റ്. വാങ്ങിയ ഒരാൾ അതിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് അതിൽ ബ്രേക്കേജ് വന്നതുകൊണ്ട്, പൊട്ടിപ്പോയത് കൊണ്ട് ആ ഗുഡ്സ് തിരികെ ഏൽപ്പിച്ചു. അതിനെ എന്താണ് പറയുക? ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്. ഉൽപ്പന്നം ക്യാഷിനും കടത്തിനും ഉൽപ്പന്നം വിൽക്കുമ്പോൾ അതിനെ എന്ത് പേര് വിളിക്കുന്നു? ഓക്കെ, ഇത് പിന്നീടുള്ള ക്ലാസ് കൂടികൾ കേട്ടാലാണ്, തേർഡ് ചാപ്റ്റർ കൂടി മനസ്സിലാവുമ്പോഴാണ് ഇത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. എങ്കിലും ഫസ്റ്റ് ഒരു വർഷത്തിന്റെ അവസാനത്തിൽ വിൽപ്പന നടത്താത്ത ഗുഡ്സിനെ ക്ലോസ് സ്റ്റോക്ക് എന്ന് പറയുന്നു. വിറ്റ ഒരു ഉൽപ്പന്നം വാങ്ങിയ ആൾ തിരികെ നൽകുകയാണെങ്കിൽ, ആ ഉൽപ്പന്നം കേടുമൂലമോ മറ്റോ അത് തിരികെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സെയിൽസ് റിട്ടേൺ, സെയിൽസ് വിൽപ്പന നടത്തിയ ഉൽപ്പന്നം തിരികെ നൽകുക, സെയിൽസ് റിട്ടേൺ. ക്യാഷിനും കടത്തിനും ഉൽപ്പന്നം വിൽക്കുമ്പോൾ അതിനെ നമ്മൾ സെയിൽസ് എന്നാണ് പറയുക. ഓക്കെ, ദെൻ 2018 ഇംപ്രൂവ്മെന്റ് എക്സാമിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈവന്റ് ഈസ് നോട്ട് എ ബിസിനസ് ട്രാൻസാക്ഷൻ? താഴെ തന്നിട്ടുള്ളതിൽ ഒന്ന് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻ ദെൻ അവിടെ ഒരു കൈമാറ്റം നടക്കുകയാണ്. ഈവന്റ് വിത്ത് എ വാല്യൂ, അല്ലേ? ഒരു മൂല്യത്തിന് കൈമാറ്റം നടക്കുന്നതിനെയാണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെഷറബിൾ ആയിട്ടുള്ള, അളക്കാൻ കഴിയുന്ന ഒരു മൂല്യത്തിൽ ഇടപാട് നടക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്തത് ഏത്? ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്, അല്ലേ? അതൊരു ക്യാഷിന് പർച്ചേസ് ചെയ്തു, നമുക്കറിയാം ക്യാഷ് അളക്കാൻ കഴിയുന്നതാണ്, അല്ലേ? ഗുഡ്സ് ആർ റെക്കോർഡഡ് ഓർഡേഡ് ഫോർ ദി നെക്സ്റ്റ് മന്ത്. അടുത്ത മാസത്തേക്ക് ഗുഡ്സ് ഓർഡർ ചെയ്തു. 10% ഡെപ്റ്റേഴ്സ് ആർ ട്രീറ്റഡ് ആസ് ബാഡ്, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ടു എംപ്ലോയി. ഇവിടെ ഗുഡ്സ് ഓർഡർ ചെയ്തു എന്നുള്ളതിന് നമുക്ക് എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാതെ പരിഗണിക്കാവുന്നതാണ്. കുറച്ചുകൂടി ക്ലാസ്സുകൾ കേൾക്കുമ്പോഴേ ഇത് മനസ്സിലാകുള്ളൂ. തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ്, ക്ലാസിഫൈ ദി ഫോളോയിങ് ഐറ്റം: റവന്യൂ, എക്സ്പെൻസ്, ഗെയിൻ ആൻഡ് പ്രോഫിറ്റ്. താഴെ തന്നതിൽ റവന്യൂ ഏതാണ്, എക്സ്പെൻസ് ഏതാണ്, ഗെയിൻ ഏതാണ്, പ്രോഫിറ്റ് ഏതാണ്, അല്ലേ? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് വിൽപ്പനയിലൂടെ ഉണ്ടായ ലാഭം. അതിനെന്താ പറയാ? ബിസിനസിന്റെ നോർമൽ ആക്ടിവിറ്റീസിൽ നിന്ന് ലഭിക്കുന്ന ലാഭങ്ങളെ നമ്മൾ റവന്യൂ എന്നാ പറയുക, വരുമാനം. എന്നാൽ ബിസിനസിന്റെ മറ്റു അനുബന്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ, ലാഭത്തെ നമ്മൾ എന്താ പറയാ? ഗെയിൻ എന്നാ പറയാ. അപ്പോൾ ഒന്നാമത്തെ ഗെയിൻ ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഒരു റവന്യൂ ആണ്, നമുക്ക് രണ്ടാമത്തെ റവന്യൂ ആണ്. മൂന്നാമത്തെ ഗുഡ്സ് സോൾഡ് അറ്റ് എബവ് കോസ്റ്റ്, ഒരു ഉൽപ്പന്നം അതിൻ്റെ വിലയിൽ കൂടുതൽ വിലക്ക് വിൽക്കുമ്പോൾ, അത് ഒരു ഉൽപ്പന്നം അതിൻ്റെ യഥാർത്ഥ വിലയിലും ഉയർന്ന വിലക്ക് വിൽക്കുമ്പോൾ നമുക്ക് ലാഭം ലഭിക്കുന്നു. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ദെൻ ചൂസ് എ കറന്റ് അസറ്റ് ഓഫ് വെജിറ്റബിൾ മെർച്ചന്റ് ഫ്രം ദി ഫോളോയിങ്. ഒരു വെജിറ്റബിൾ കച്ചവടക്കാരന്റെ
കറന്റ് അസറ്റ് താഴെ പറയുന്ന ഇതിൽ ഏതാണ്? ബിൽഡിംഗ് കറന്റ് അസറ്റ് ആണോ? അല്ല. ഫർണിച്ചർ കറന്റ് അസറ്റ് ആണോ? അല്ല, ഫിക്സഡ് അസറ്റ് ആണ്. സ്റ്റോക്ക് ഓഫ് വെജിറ്റബിളിന്റെ സ്റ്റോക്ക്. മറ്റേത് വെയിങ് മെഷീൻ, തൂക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ. അപ്പോൾ എയും ബിയും ഡിയും എന്താണ്? ഫിക്സഡ് അസറ്റ് ആണ്. ഇതിൽ കറന്റ് അസറ്റ് ആയിട്ടുള്ള ഏതാണ്? സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് ഒരു കറന്റ് അസറ്റ് ആണ്. അപ്പോൾ സ്റ്റോക്ക് ഓഫ് വെജിറ്റബിൾസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. മെൻഷൻ എനി 2 ഇന്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ഏതെങ്കിലും 2 ഇന്റേണൽ യൂസറെ മെൻഷൻ ചെയ്യുക. 2 മതി. ഞാൻ ഇവിടെ കുറേ പേര് എഴുതിയിരുന്നു. ഓണേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ ഓഫീസർ, വൈസ് പ്രസിഡന്റ്, സൂപ്പർവൈസേഴ്സ്, മാനേജേഴ്സ്, ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സ്, ഇതൊക്കെ ആവാം. ഏതെങ്കിലും 2 ചോദിച്ചിട്ടുള്ളൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് അക്കൗണ്ടിങ് ഇൻഫോർമേഷന്റെ ഗുണപരമായ സവിശേഷതകളെ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ പോരാ. അപ്പോൾ റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി, ഇതിനെ ബ്രീഫായിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൂടി നൽകണം. ഇത് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിനോട് കൂടെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൂടി നൽകണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓരോന്നിനും ഹാഫ് മാർക്ക് വീതം മാക്സിമം 2 മാർക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു സെന്റൻസിലെങ്കിലും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. ഒറ്റയായതിനെ കണ്ടെത്തുക. ക്യാഷ്, ബാങ്ക്, സ്റ്റോക്ക്, ഫർണിച്ചർ. എന്താണ്? ക്യാഷും ബാങ്കും സ്റ്റോക്കും കറന്റ് അസറ്റ് ആണ്. ഫർണിച്ചർ കറന്റ് അസറ്റ് ആണോ? അല്ല, അത് ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ ഏതാണ് ഒറ്റയായിട്ടുള്ളത്? ഫർണിച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദി ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഈ രൂപത്തിലൊക്കെ ക്വസ്റ്റ്യൻ വരാം. അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചുകൾ 3 ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മറ്റ് 2 തന്നിട്ടില്ല. ഏതൊക്കെയാണത്? എ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ബി മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും. നെക്സ്റ്റ് 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സിനെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ആ ഒബ്ജക്റ്റീവ്സ് ഓരോന്നായി എഴുതിയാൽ മാത്രം പോരാ, അതിനൊരു എക്സ്പ്ലനേഷൻ കൂടി നൽകണം. അപ്പോൾ എക്സ്പ്ലനേഷൻ കൂടി നൽകുമ്പോഴേ നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കുകയുള്ളൂ. ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ മാത്രമായി ഇത് മാത്രം എഴുതി വെച്ചാൽ 2 മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷനൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. ദെൻ അനദർ ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ദി ഫോളോയിങ് അസറ്റ് അണ്ടർ അപ്രോപ്രിയേറ്റ് ഹെഡ്. താഴെ തന്നിട്ടുള്ള അസറ്റുകളെ ഓരോ പ്രത്യേകം തലക്കെട്ടുകളിലായി രേഖപ്പെടുത്തുക. അപ്രോപ്രിയേറ്റ് ഹെഡ്, അത് ഏതെല്ലാം ഇനങ്ങളിലാണ് ഉൾപ്പെടുന്നത് എന്ന് കാണിക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ക്യാഷ്, മെഷീനറി, ലാൻഡ്, സ്റ്റോക്ക്. ഇവിടെ ക്യാഷും സ്റ്റോക്കും ഏത് അസറ്റാണ്? കറന്റ് അസറ്റ് ആണ് അല്ലേ? എന്നാൽ മെഷീനറിയും ലാൻഡും ഫിക്സഡ് അസറ്റ് ആണ്. അപ്പൊ ഈ രീതിയിലാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഫിക്സഡ് അസറ്റ് ആണ് മെഷീനറിയും ലാൻഡും, കറന്റ് അസറ്റ് ആണ് ക്യാഷും സ്റ്റോക്കും. Another question. Vinod took a loan of ₹1,000 from Canara Bank. Identify the debtor in the above transaction. Canara ബാങ്കിൽ നിന്നും വിനോദ് 1,00,000 രൂപ ലോണ് എടുത്തു. ഇവിടെ ആരാണ് ഡെപ്റ്റർ? ആരാണ് പണം നൽകാനുള്ളത്? ഇവിടെ ഡെപ്റ്റർ എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആരാണ്? വിനോദാണ് എന്നാണ് പണം ബാങ്കിന് ലഭിക്കാനുള്ളത്. അപ്പോൾ വിനോദാണ് ഇവിടെ ഡെപ്റ്റർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൺ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫിക്സഡ് അസറ്റ്? താഴെ തന്നിട്ടുള്ളവയിൽ ഫിക്സഡ് അസറ്റ് അല്ലാത്തത് ഏത്? ഗുഡ് വിൽ, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ഫർണിച്ചർ, ലാൻഡ് അല്ലേ? അപ്പോൾ ഇതിൽ ഫിക്സഡ് അസറ്റ് അല്ലാത്ത ഗുഡ് വിൽ ഒരു ഫിക്സഡ് അസറ്റ് ആണ്, ഫർണിച്ചർ ഒരു ഫിക്സഡ് അസറ്റ് ആണ്, ലാൻഡ് ഒരു ഫിക്സഡ് അസറ്റ് ആണ്. എന്നാൽ സ്റ്റോക്ക് അല്ലേ, സ്റ്റോക്ക് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ സ്റ്റോക്ക്, അപ്പോൾ സ്റ്റോക്ക് എന്തല്ല? ഫിക്സഡ് അസറ്റ് അല്ല, കറന്റ് അസറ്റ് ആണ്. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആണ് അതിൽ ഫിക്സഡ് അസറ്റ് ഇല്ലാത്തത്. then മറ്റൊരു ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഏതെങ്കിലും 2 ഒബ്ജക്റ്റീവ്സ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, 2 മതിയെ. then നെക്സ്റ്റ്, ഓൺ 1st April 2016 തോമസ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അരുൺ. തോമസ് അരുണിന്റെ കയ്യിൽ നിന്നും 6,000 രൂപക്ക് ഉൽപ്പന്നം വാങ്ങി. ഓൺ ക്രെഡിറ്റ് കടത്തിന് ഐഡന്റിഫൈ ദി ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. ആരാണ് ഡെപ്റ്റർ, ആരാണ് ക്രെഡിറ്റർ? ഇവിടെ ഡെപ്റ്റർ എന്ന് പറയുന്നത് ആരാണ് പണം നൽകാനുള്ളത്?
തോമസ് പർച്ചേസ് ചെയ്തു. ആരിൽ നിന്ന്? പർച്ചേസ് ഗുഡ്സ് ഫ്രം അരുൺ. അരുണിൻ്റെ കയ്യിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങി. അപ്പോൾ അരുണിന് പണം കൊടുക്കാനുള്ളത് തോമസ് ആണ്. ദെൻ ആർക്കാണോ പണം കൊടുക്കാനുള്ളത്? തോമസ് ഡെപ്റ്ററും. ആരാണ്? ക്രെഡിറ്റർ. അരുൺ ക്രെഡിറ്ററുമാണ്. ഓക്കെ, അരുണാണ് ഇവിടെ ക്രെഡിറ്റർ. ഒരു ബിസിനസ് സ്ഥാപനം ആർക്കാണോ പണം നൽകാനുള്ളത് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രെഡിറ്റർ. ആരാണോ ആരിൽ നിന്നാണോ ബിസിനസ് സ്ഥാപനത്തിന് പണം കിട്ടാനുള്ളത് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ തോമസ് കടത്തിന് ഉൽപ്പന്നം വാങ്ങുമ്പോൾ തോമസിൻ്റെ കയ്യിൽ നിന്ന് പണം ലഭിക്കാനുണ്ട് അല്ലേ? അരുണിന് പണം കിട്ടാനുണ്ട്. അപ്പോൾ ഇവിടെ തോമസ് ആണ് ഡെപ്റ്റർ. ഇനി തോമസ് ആർക്കാണ് പണം കൊടുക്കാനുള്ളത്? ദെൻ അരുണിനാണ്. അപ്പോൾ ഇവിടെ ആർക്കാണോ പണം കൊടുക്കാനുള്ളത് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 14 വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ യൂണിറ്റ് 1 ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തതിൻ്റെ ഉദ്ദേശം ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഫൈനൽ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്, അപ്പോൾ എത്രത്തോളം നമ്മൾ എക്സ്പ്ലനേഷൻ നൽകണം എന്നീ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രധാനമായും ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ് ഇതെല്ലാം പല വർഷങ്ങളും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ് പോലെയുള്ള കാര്യങ്ങൾ, ഡെപ്റ്റർ, ക്രെഡിറ്റർ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇനിയും നമുക്ക് പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കഴിയുമെങ്കിൽ നമുക്ക് ഇനിയും അവ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.